ആരാധനയോടുള്ള ബന്ധപ്പെട്ട് ഒരു വാക്യം വായിച്ചിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യർ 2 4 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായ നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുകയും കൃപയാൽ എത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ദിനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവന്റെ കൈപ്പണിയായ സൽപ്രവർത്തികൾക്കായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് അവ മുന്നൊരുക്കിയിരിക്കുന്നു. 5-ാം വാക്യത്തിന്റെ അവസാനത്തിൽ പറയുന്ന പോലെ കൃപയാൽ എത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, നമ്മളിലുള്ള ഒരു കഴിവോ നമ്മുടെ ആയ പാരമ്പര്യമോ നമ്മുടെ ശ്രേഷ്ഠയോ ഒന്നുമല്ല ഈ കൃപാസനത്തിലൂടെ നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. നമുക്ക് അതിൻ്റെ താഴെയുള്ള ഇതിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. നമുക്ക് ലഭിച്ച ദാനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം നമ്മൾ വാഴ്ത്തപ്പെടുമാറാം.